എല്ലാ കൂട്ടുകാർക്കും ജി ക്രാഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാളിയാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. ബാസ്ക്കറ്റ് വാളി എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെ മേക്ക് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വാളി അഥവാ ബാസ്ക്കറ്റ് വാളി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. സ്റ്റോണുണ്ട്, പിന്നെ ബാൾസ് ഞാത്തിയിട്ടുണ്ട് അതിനടിയിൽ അടിവശത്തായിട്ട്. ആദ്യം നമ്മൾ പ്യൂർ ഗോൾഡ് 999 പ്യൂർ ഗോൾഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് 916 മെൽറ്റ് ചെയ്യാൻ കുറച്ചധികം ഗോൾഡ് ഉണ്ട്. അത് വേറെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 916 വേണ്ടി അതിൻ്റെ കണക്ക് പ്രകാരം മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മോശയിലേക്ക് പകർത്തുകയാണ്. അതിനുശേഷം നമ്മളത് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഉരുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഉരുക്കുന്നതിന് മുന്നായിട്ട് ആ ഉരുക്കി ഒഴിക്കേണ്ട കട്ടിക്കല്ല് ഒന്ന് ചൂടാക്കേണ്ടതാണ്. ചൂടായിട്ട് വെള്ളത്തിൻ്റെ നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ചൂടാക്കണം പറയുന്നത്. ലൈറ്റായിട്ട് ഓയിലോ മണ്ണെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ കട്ടിയുടെ സ്മൂത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ഷേഡ് ഉണ്ടാവും അതിൽ, കട്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്ന ഡസ്റ്റ് എന്തെങ്കിലുമൊക്കെ അതിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മണ്ണെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ഒഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഏകദേശം അത് ഉരുകിയിട്ടുണ്ട്. ഉരുകി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കാൻ ശ്രമിക്കുക. അത് ചെമ്പും സിൽവറും കോപ്പറും ഒക്കെ ഒന്ന് മെൽട്ടാവാൻ, നല്ല പ്യൂർ ഗോൾഡിൽ മിക്സ് ചെയ്യുന്നത് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാൻ സൂക്ഷിക്കുക. ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ മെൽറ്റിങ്ങിൽ ടെസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കണമെന്ന് പറയുന്നത്. നല്ല ഇളക്കുന്നത് നല്ലതായിരിക്കും ഏതൊരുക്കുമ്പോഴും. പിന്നെ അതിൽ സൂക്ഷിച്ചൊഴിക്കുക. നല്ല ചൂടുള്ളതാണ്. കയ്യിലോ കാലിലോ ഒന്നും പെട്ടാതെ ആ ചാലിലേക്ക് കൃത്യമായി തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ തെറിച്ച് പോകും. ഗോൾഡാണ്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും ചെറിയ പീസുകൾ പോയാൽ തന്നെ നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. നോക്കി ചെയ്യാം. അപ്പോൾ അടുത്ത പ്രോസസ്സ്, നമുക്കത് കട്ടി പോലെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടി പോലെ ആയി നമ്മൾക്ക് ഡൈക്കടിക്ക് കമ്പിക്കടയ്ക്കും കൊടുക്കേണ്ട കട്ടിയാണിത്. ഗോൾഡായി. ഇപ്പോൾ ഇത് 916 ഗോൾഡായി. അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കമ്പിക്കടയിൽ കൊടുക്കുക എന്നുള്ളതാണ്. കമ്പിക്കടയിലും ഡൈക്കടയിൽ കൊടുക്കുന്ന ഇത് ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല. ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കമ്പിക്കടയിൽ കൊടുത്ത് കിട്ടിയ സാധനം നമ്മൾ തോടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതാണ്. ഇപ്പോൾ ഈ കമ്പി കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഈ മുറിഭാഗം ചേർന്ന് എണ്ണം ചവണയിൽ പിടിക്കുന്നതാണ്. അതിന് ഒരുപാട് ഉണ്ട്. അപ്പോൾ ഒരുപാട് എല്ലാം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. പിന്നെ ഈ മെഴുക് ഇങ്ങനെ ഉരുട്ടി ഇതാക്കി ഈ 2 റൗണ്ടുകൾ തമ്മിൽ അതിൽ ഒട്ടുക എന്നുള്ളതാണ്. മെഴുകിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ നമ്മൾ ഡൈ സെറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഈ വീഡിയോ. മെഴുകിൽ ഇതിലൊരുപാടുണ്ട്. അപ്പോൾ നമ്മൾ കല്ല് ഇതിലുണ്ട്, കല്ലൈറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ കല്ല് സെറ്റ് ചെയ്യാനുള്ള പൽ സ്റ്റാറാണത്. പിന്നെ കുഞ്ഞു ഡൈകൾ ഇതിൽ സെറ്റ് ചെയ്യാം. പിന്നെ അടുത്ത പ്രോസസ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാസ്റ്റർ ചെയ്യാനുള്ള മാവ് തയ്യാറാക്കുന്നതാണ് കാണുന്നത്. മാവ് കറക്റ്റ് പരുവത്തിൽ എടുത്തിരിക്കണം. ഒരുപാട് വെള്ളം രൂപമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഉടഞ്ഞു പോകുന്നതായിരിക്കും. ഇത് ജ്വല്ലറി ടൂൾസ് കടകളിലെല്ലാം കിട്ടുന്ന ഏരിയയിലുള്ള എല്ലാ കടകളിലും ലഭിക്കുന്നതുകൊണ്ട് 2 ഗ്രേഡുണ്ട്. ആർട്ടിസ്റ്റ് ഗ്രേഡും ജ്വൽ ഗ്രേഡായിരിക്കും നല്ലത്. ബാക്കി നമ്മൾ ഒഴിച്ച് ഡ്രൈ ആകുന്ന സമയം ഞാനതിൽ കാണിച്ചിട്ടില്ല, ഒഴിക്കുന്നതും കാണിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത പ്രോസസ്സ് ഈ അടർത്തി എടുക്കുക എന്നുള്ളതാണ്. അടർത്തി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
സൂക്ഷിച്ച് അടർത്തിയെടുക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നന്നായി മെൽറ്റ് ആയി അത് നന്നായി ഉണങ്ങി പിടിച്ചതിന് ശേഷം മാത്രമേ അത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നതിന് ശേഷം നമ്മൾ അടുത്ത പ്രോസസ്സ്, ആ ചെറിയ കിണത്തിൽ കാണുന്നത് സ്വർണത്തിൻ്റെ തന്നെ സിങ്ക് മെൽറ്റിങ്ങുള്ള സിങ്ക് പൊടിയാണ് അതിലിരിക്കുന്നത്. അത് നീളം കമ്പികളായിട്ട് വലിച്ച് ഇതിലേക്ക് നമ്മൾ സോൾഡർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂക്ഷിച്ച് സോൾഡർ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരുപാട് തീ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്താനുള്ള ചാൻസ് ഉണ്ട്. കത്താതെ തന്നെ സ്വർണ്ണപ്പണിക്കാർക്ക് ഏകദേശം എല്ലാം അറിയാം സോൾഡർ ചെയ്യുന്നതിൻ്റെ ഇതും കാര്യങ്ങളും. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതാണ് അടുത്ത പ്രോസസ്സ്. ഇത് വാളിയുടെ 2 വശങ്ങളാണത്. കൂടവാളി എന്ന് പറയുന്നത് ഇതുപോലത്തെ 2 വശങ്ങൾ ചേർന്നതാണ് കൂടവാളി. അപ്പോൾ അത് രണ്ടും ഓരോ ഡിസൈൻ, ഒരു ജോഡി പെയർ വാളിക്ക് 4 പീസ് വരും ഇതുപോലത്തെ. അപ്പോൾ ഇതിനിങ്ങനെ ഇങ്ങനെ ഈ മൂട്ടുന്ന അപ്പോൾ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂട്ടി കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ഊതിയെടുത്തത് കാണിച്ചില്ല. അപ്പോൾ അത് ഊതിയെടുത്ത് കാതിലേക്ക് ഞാത്താനുള്ള ഗോപിയാണ് അതിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അത് 2 പീസ് ജോയിൻ്റ് ചെയ്തതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോയിൻ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിൽ സൾഫറിൽ ഇട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ സ്റ്റെഡില്ല, സ്റ്റെഡ് ആയിട്ടില്ല, റെഡി ആയിട്ടില്ല. അപ്പോൾ സ്റ്റെഡ് ആകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ഞാനതിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അടുത്ത പ്രോസസ്സ്. പിന്നെ സൾഫറിൽ ക്ലീൻ ചെയ്ത് കളറ് കടയിൽ കൊണ്ടുപോയി, മെരുകിട എന്ന് പറയും, കൊണ്ടുപോയി ഡ്രം പോളിഷിലിട്ട് കളറ് ചെയ്ത് കട്ടിങ് അടിക്കാൻ കൊടുത്ത്, പിന്നെ സ്റ്റോൺ ഉണ്ടെങ്കിൽ സ്റ്റോൺ സെറ്റ് ചെയ്ത് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ബോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ള പ്രക്രിയകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം കൂടെ ചെയ്യുമ്പോഴേക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ജ്വല്ലറി ഗോൾഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വാളി ഏകദേശം റെഡി ആയിരിക്കുന്നത്. ഫിനിഷിങ്, ഇതിൻ്റെ സ്റ്റെഡ് ഈ ഐറ്റത്തിൽ കാണിക്കുന്നില്ല, അടുത്ത ഐറ്റത്തിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് കൂടവാളി എന്ന് പറയുന്നത്, ബാസ്ക്കറ്റ് വാളി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ ചാനലായ GoldCraftലേക്ക് എല്ലാവരെയും സ്വാഗതം ക്ഷണിച്ചു കൊള്ളുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ, നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നന്ദി. എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.